സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് രുചികരമായ ഒരു മുളക് ചമ്മന്തിയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് ദോശയ്ക്കോ ഇഡലിക്കോ ചോറിനോ എന്തിനു വേണേലും ഉപയോഗിക്കാം. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് കിട്ടണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായി നിങ്ങൾ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് ഈ ഉണക്കമുളക് ചമ്മന്തി അരയ്ക്കാൻ എന്തെല്ലാം വേണമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 വറ്റൽ മുളക്, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി, 2 ടേബിൾ സ്പൂൺ തേങ്ങ, 150 ഗ്രാം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കരിവേപ്പില, പിന്നെ ഈ മുളകും ഉള്ളിയും കൂടി വറുക്കാൻ ആവശ്യമായ എണ്ണ. ഇത്രയാണ് ഈ ചമ്മന്തിക്ക് വേണ്ടി വേണ്ടത്. ഇനി നമുക്ക് ഈ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് മുളകൊന്ന് വറുത്തെടുക്കാം. നമ്മൾ 10 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് വറുത്ത് ഒരുവിധമായിട്ട് വേണേ നമുക്ക് ഉള്ളി ഇടാവുള്ളൂ. മുളക് കരിഞ്ഞു പോകാനിടയാവരുത്. മുളക് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തീയുടെ ഫ്ലെയിം കുറയ്ക്കണം. കുറച്ചിട്ട് വേണം നമ്മൾ ഉള്ളിയിടാൻ. ഉള്ളിയിടാം. നമുക്കിതിലേക്ക് കരിവേപ്പില ഇടാം. ഇനി നമുക്കിതിലേക്ക് വാളംപുളി ഇടാം. ഇത് നന്നായിട്ട് മൊരിയണം. ഈ പുളിയും ചെറു തീയിൽ വേണം ഈ പുളിയിട്ട് മൊരിയിക്കാൻ. അപ്പോൾ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ട് നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിത് പുളിയും കൂടി അതേപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. ഇനി നമുക്കിതെടുത്ത് തേങ്ങയും കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുക്കാം.